എൻ ഡി എയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മൈഥിലി ഠാക്കൂർ എത്തിയിട്ടുണ്ട്. മൈഥിലി ഠാക്കൂറിന് പ്രത്യേകിച്ച് വിശേഷണങ്ങളൊന്നും വേണ്ട, എല്ലാവർക്കും അറിയാം. ഇന്ന് വലിയ സ്വീകാര്യത ഇപ്പോൾ കിട്ടുന്നുണ്ട്. എങ്ങനെയാകും ഇതിൻ്റെ ഒരു അവസാന വാക്ക് എന്ന് പറയുന്നത്? രണ്ടായാലും നമ്മുടെ ഇലക്ഷൻ്റെ രംഗം ഒന്നാമത് ഈ കൊട്ടും ചൂടാണ്. നമ്മളിപ്പം പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പം മൈഥിലി ഠാക്കൂർ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ പാട്ട് ഡാൻസ് ഒക്കെ വരുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഒരു സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുന്ന യുവതിയാണ് മൈഥിലി ഠാക്കൂർ. മൈഥിലി ഠാക്കൂർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4-ാം തീയതി നാളെ 2ാം തവണ ഈ ഇലക്ഷൻ പ്രമാണിച്ചിട്ട് രണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ അതിനു മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷന് അദ്ദേഹത്തിൻ്റെ വരവും ഇലക്ഷൻ ഉദ്ദേശമുള്ള വരവായിരുന്നു. അപ്പോൾ വീണ്ടും വരുന്നുണ്ട്. പക്ഷേ ഈ പ്രധാനമന്ത്രിയുടെ വരവിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത് മൈഥിലിയുടെ സാന്നിധ്യമാണ് ഇലക്ഷൻ പ്രചാരണ രംഗത്ത്. അപ്പോൾ പല NDA കാൻഡിഡേറ്റ്സ് ഇപ്പം മൈഥിലിയെ ഒന്ന് തങ്ങളുടെ മണ്ഡലത്തിലേക്ക് കിട്ടാനുള്ള ശ്രമത്തിലുമാണ് കേൾക്കുന്നുണ്ട്. അതിൻ്റെ കാരണം മൈഥിലി ഗംഭീര ഒരു പാട്ടുകാരിയാണ്. ഈ പറഞ്ഞ 25 വയസ്സേ ഉള്ളൂ. വളരെ പ്രസന്നവതിയാണ്. പിന്നെ ഒരു നമ്മൾ ഒരു വളരെ ഇത് മൈഥിലി എവിടെ വരുന്നെന്ന് അറിയുന്ന സമയത്താണ് നമുക്ക് ആ മൈഥിലിയുടെ ആ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മൈഥിലി എന്ന് വെച്ചാൽ അറിയാമല്ലോ, സീത ആണ് അല്ലേ? അപ്പോൾ ഈ മൈഥിലിയുടെ ശരിക്കും പറഞ്ഞാൽ വരുന്നത് മധുബാനിയിൽ നിന്നാണ് വരുന്നത്. മധുബാനി എന്ന് പറയുന്ന സംഗതി, മധുബാനി ആർട്ട് കേട്ടിട്ടുണ്ടോ? മധുബാനി ആർട്ടിൻ്റെ മധുബാനി അത് പിന്നെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ കിട്ടുകയാണ്. അപ്പോൾ ആ മധുബാനി ആർട്ട് അല്ലെങ്കിൽ ആ സാരി എന്ന് പറയുന്ന സംഗതി ഇന്നിപ്പോൾ ലോക പ്രശസ്തമാണ്. 2 തവണയാണ് നിർമ്മലാ സീതാരാമൻ ആ മധുബാനി സാരി ഉടുത്തുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കാൻ വന്നത്. അപ്പോൾ ഈ മധുബാനി ആർട്ടെന്ന് പറയുന്നത് ഈ അവിടുത്തെ സ്ത്രീകളുടെ ഒരു കലയാണ്. അവിടുത്തെ വീടുകളുടെ പുറത്ത് ഈ മറ്റേ രാമായണ കഥ അല്ലെങ്കിൽ സീതയുടെ കഥ ഇങ്ങനെ ചായങ്ങൾ കൊണ്ട് വരയ്ക്കുന്ന കഥയാണ്. ഈ പറഞ്ഞ പോലെ അതിനകത്ത് കൂടുതൽ ഈ നമ്മളുടെ വെർലി പെയിൻറ്റിങ്ങിനോടൊക്കെ നമ്മുടെ എല്ലാ പെയിൻറ്റിങ്ങിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ത്രികോണവും ചക്രവും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അത് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു പെയിൻറ്റിങ് സംവിധാനമാണ് ഈ മധുബാനി പെയിൻറ്റിങ്. അപ്പോൾ ഈ മൈഥിലി അവിടെ വളരെ പ്രശസ്തയായിരുന്നു. നേരത്തെ ഈ മൈഥിലി ഈ പൊളിറ്റിക്സിലേക്ക് വരാൻ കാരണം തന്നെ ഒരു പാട്ടുകാരിയായിട്ട് പേരെടുത്തതിൻ്റെ പേരിലാണ്. അപ്പോൾ അങ്ങനെയാണ് ഒടുവിൽ ഈ BJPയിൽ ജോയിൻ ചെയ്തതും അലിനഗറിൽ നിന്ന് മത്സരിച്ച് അസംബ്ലിയിലേക്ക് വരികയൊക്കെ ചെയ്തു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. അതെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു സംഗതി, എനിക്കിനകത്ത് കാണുന്ന ഒരു കൗതുകം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ഈ മൈഥിലി ഠാക്കൂറിന് കേരളത്തിൽ സ്വീകാര്യം കിട്ടുന്നത് വെച്ചാൽ അവിടെയാണ് ഈ കലയുടെ ഒരു ശക്തി വരുന്നത്. മൈഥിലി BJPയുടെ പ്രചരണത്തിന് വേണ്ടിയാണ് വരുന്നതെങ്കിൽ പോലും മൈഥിലി പാട്ടിലൂടെയാണ് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഇപ്പോൾ നേരത്തെ തന്നെ ഒരു മാസം മുമ്പ് തന്നെ ഇവിടെ വന്ന് വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു. ഗുരുവായൂർ വന്ന് പാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ മൈഥിലി അവസാനം ജീവനം കൊണ്ട് ഓടുകയായിരുന്നു. കാരണം പാലക്കാട് പല വേദികളിലും ഭജനയും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് വന്നിരിക്കുകയാണ്. അന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണമായിട്ട് ബന്ധപ്പെട്ടല്ല വന്നത്. ഇപ്പോൾ സ്വർണം കെട്ടവൻ ആരപ്പ എന്നാണ് പാടുന്നത്. അത് മാത്രമല്ല മനോഹരമായിട്ട് പാടുന്നുണ്ട്. അതെ, അത് വളരെ മനോഹരമായിട്ട് പാടുന്നുണ്ട്. ഒരിക്കലും ഒരു ഭാഷയുടെ പ്രശ്നമൊന്നും വരുന്നില്ല അതിനകത്ത്. അത് സംഗീതം അറിയാവുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ പമ്പാ ഗണപതി ഇപ്പം അടൂർ വന്നിട്ട് എനിക്ക് തോന്നുന്നു അവിടുത്തെ പ്രതാപിന് വേണ്ടിയിട്ട് NDA സ്ഥാനാർത്ഥി പ്രതാപിന് വേണ്ടിയിട്ട് ഈ പമ്പാ ഗണപതി പാടുന്നു. അവസാനം അവിടെ നിന്ന് കൂടി നിന്ന് എല്ലാവരുടെ കൂടെ പാടുന്നു. അത് നല്ല മധുരമുള്ള ശബ്ദവുമാണ് കേട്ടോ കുട്ടിയുടെ. അതുപോലെ തന്നെ ഈ മൈഥിലിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മധുബാനി ആർട്ടും കൂടെ തൻ്റെ സംഗീതത്തിലൂടെ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഭയങ്കര ബഹുമാനം തോന്നിയത് അവിടെയാണ്. മധുബാനി ആർട്ട് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക അഭിമാനത്തിൽ പ്രശ്നം സ്ത്രീകളുടെ, ശരിക്കും പറഞ്ഞാൽ മധുബാനിയിലെ ആണുങ്ങൾ ജീവിക്കുന്നത് പോലും അവിടുത്തെ സ്ത്രീകളെ കൊണ്ടാണ്. കാരണം ഈ ആർട്ടിലൂടെയാണ് അവരുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി മറ്റുമൊക്കെ ഇപ്പം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സാധനം. അപ്പോൾ ആ മധുബാനി ആർട്ടിനെയും തൻ്റെ സംഗീതത്തിലൂടെ പ്രചരിപ്പിക്കുന്നുള്ളൊരു ദൗത്യവും കൂടെ ഈ മൈഥിലി ഏറ്റെടുത്തിട്ടുണ്ട്. സാർ, ഇപ്പോൾ NDAയുടെ പ്രചാരണം
കൊഴുക്കുകയാണ്. അപ്പോൾ വീണ്ടും മോദി എത്തുന്നുണ്ട്, മൈഥിലി ഠാക്കൂർ വന്നിട്ടുണ്ട്. മൈഥിലിയെ കിട്ടാൻ വേണ്ടിയിട്ട് സ്ഥാനാർത്ഥികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ് എന്നുള്ളതാണ്. അത് പറഞ്ഞു വരുമ്പോൾ മൈഥിലിക്ക് 25 വയസ്സാണ് പ്രായം. അത് പറഞ്ഞു വരുമ്പോഴാണ് നമുക്ക് ഏറ്റുമാനൂർ ഒരു സ്ഥാനാർത്ഥിയുണ്ട്, ആതിര ഡി നായർ. അവരും ഇതുപോലെ തന്നെ പാട്ടായിക്കോട്ടെ നൃത്തമായിക്കോട്ടെ എല്ലാത്തിലും ഇത്ര സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, അധ്യാപികയാണ്, ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഏജിലുള്ളവരെ പിക്ക് ചെയ്യുന്നുണ്ട്. ആ ചൂസ് ചെയ്യുന്ന ഒരു രീതി പോലും BJP വളരെ എന്താ പറയുക, വളരെ നമ്മൾ പറയാ പ്രെസിഷൻ എന്ന് പറയുന്ന പോലെ. പക്ഷെ അതിനെക്കാട്ട് ഞാൻ കാണുന്നത് അറിയാം, നമ്മളിപ്പം ചർച്ച ചെയ്ത് മുഴുവൻ ഇരിക്കുന്നത് നമ്മുടെ ഇലക്ഷൻ ക്യാമ്പയിൻ എടുത്ത് നോക്കുക, മുഴുവൻ മതവും വർഗീയതയാണ്. അതിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി വരുന്നത്. നിങ്ങൾ ആർട്ടിലേക്ക് തിരിയും, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ അല്ലെങ്കിൽ മത സൗഹാർദ്ദം ഉണ്ടാക്കാൻ ഒന്നും പോകേണ്ട ആവശ്യമില്ല. മതത്തെക്കുറിച്ചോ മതേതരത്തെക്കുറിച്ചോ ഒന്നും സംസാരിക്കാതിരിക്കാൻ നിശബ്ദരാകുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തെ ഈ ആർട്ട് കൊണ്ട് സമ്പുഷ്ടമാക്കുക. അങ്ങനെ കലയിലേക്ക് സമ്പുഷ്ടമാകുന്ന മനുഷ്യൻ അവൻ എൻജോയ് ചെയ്യുകയും ചെയ്യും, ചുറ്റുപാടും അവൻ സന്തോഷവും പ്രസരിപ്പിക്കും. അതോടൊപ്പം തന്നെ ഈ മതത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ മറന്നു പോകും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോകേണ്ട കാര്യമേ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ഫാക്റ്റാണ്. കാരണം പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ഡിമാൻഡ് മൈഥിലിക്ക് വരുന്നു. അതിൻ്റെ കാരണം ഇതാണ്, മൈഥിലിയുടെ പാട്ട്, പെർഫോമൻസ്, അതിൻ്റെ പ്രസൻസ്. അപ്പോൾ ഈ ആർട്ടിലേക്കും മറ്റുമൊക്കെ ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഈ ഗവൺമെൻറ് 2 മാസം മുമ്പ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു, ആർട്ടിനും മാത്സും സയൻസും മറ്റും അതുപോലുള്ള സബ്ജക്റ്റിൻ്റെ തുല്യ പ്രാധാന്യം കൊടുത്തിട്ടുള്ള സാധനം. അതിപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ആവശ്യം കൂടെയാണത്. ഞാൻ പറയുന്നത് നമ്മളൊക്കെ ഇത് നേരത്തെ നമുക്കിവിടെ ഉണ്ടായിരുന്ന ഒരു സാംസ്കാരികമായ ഒരു രീതിയായിരുന്നു. പക്ഷേ പിന്നീട് ഒരു ഘട്ടത്തിൽ ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ലാബോറട്ടറിയായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതി മാത്രമാണ് ശാസ്ത്രം എന്നുള്ള തെറ്റിദ്ധാരണ വരികയും ആർട്ടിനെ അതിൻ്റെ ഒരു എതിർവശത്ത് നിർത്തി കാണുകയും ചെയ്യുന്നൊരവസ്ഥ വന്നു. അങ്ങനെയാണ് ഈ ആർട്ട് ഏതാനും ആൾക്കാരുടെ ഒരു എന്താ പറയുക, ചിലരതിനകത്ത് നശിച്ചു പോകുന്നു. സ്വന്തം താല്പര്യത്തിലൂടെയാണ് ആൾക്കാർ പലരും അതിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് പോലും. സ്റ്റേറ്റോ ഒന്നും വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഈ മതവും വർഗീയതയും വിഷവും തീവ്രവാദവും എല്ലാം ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനമാണ്, ആർട്ടിനെ ലൈഫിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു തീവ്രവാദവും വരില്ല, ഒരു വർഗീയവാദവും വരില്ല, മനുഷ്യൻ വളരെ സുഖമായിട്ട് ആടിയും പാടിയും ജീവിച്ചു പോവുകയും ചെയ്യും, സമൃദ്ധിയും ഉണ്ടാവും, സാമ്പത്തികവും ഉണ്ടാവും. പക്ഷെ ഈ രണ്ടുപേരും, അതായത് മൈഥിലി ആണെങ്കിലും രാഷ്ട്രീയം പറയേണ്ടടുത്ത് രാഷ്ട്രീയം പറയുന്നുണ്ട്, അത് തികഞ്ഞ രാഷ്ട്രീയമാണ് പറയുന്നത്. സാറ് പറഞ്ഞതുപോലെയുള്ള ഇപ്പോഴത്തെ ഈ മതമോ തീവ്രവാദമോ ഒന്നുമല്ല പറയുന്നത്. അവരവരുടേതായ രീതിയിൽ അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് അവർ പറയുകയും ചെയ്യുന്നുണ്ട്, പറയാതിരിക്കുകയും ചെയ്യുന്നില്ലല്ലോ. തീർച്ചയായിട്ടും പറയണമല്ലോ. അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരമായ ഒരു കൺവിക്ഷനാണ്. അവർ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അതിനകത്ത് വ്യത്യാസം പറഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ പ്രത്യേകം ഒന്നും കണ്ടിട്ട് കാര്യമില്ല. മാത്രമല്ല ഒരു 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 പെർസ്പെക്റ്റീവിലൂടെ ഒരു സംഗതികളെ ലോകത്തിനെയും സമൂഹത്തിനെയൊക്കെ നോക്കി കാണുന്നു. അങ്ങനെ കാണുമ്പോഴാണല്ലോ രാഷ്ട്രീയം വരുന്നത്. അതിനകത്ത് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞത് അതിനെയൊക്കെ ഓവർകം ചെയ്യുന്നൊരു സംഗതിയാണ് ഈ അവരിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഒരു റെമഡി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ എവിടെയെങ്കിലും ഒരു 10 പേര് ചേർന്നിട്ട് ഒരു സന്യാസിയെയും ഒരു പാതിരിയെയും ഒരു ഉസ്താദിനെയും പിടിച്ച് നിർത്തി ഫോട്ടോയും എടുത്ത് മതസൗഹാർദ്ദം നമ്മൾ തോളിലും കൈയിട്ട് കുറച്ച് മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുത്തുകൊണ്ട് മതസൗഹാർദ്ദം ഒന്നും ഉണ്ടാവത്തില്ല. അത് അടിയാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ സംഭവിക്കുന്നത് മതത്തെ ഓർമ്മിപ്പിച്ച് മതത്തെ സജീവമാക്കി നിർത്തുക ചെയ്യുന്നു. അപ്പോൾ അതിനുള്ള ഒരു നല്ലൊരു പരിഹാര മാർഗവുമായിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് അതിനുള്ള ഒരു നല്ല മറുമരുന്ന് എന്നുള്ളതും കൂടി ഈ മൈഥിലിയിലൂടെ നമുക്ക് മനസ്സിലാവുന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നാളെ പ്രധാനമന്ത്രി വരുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം പല സ്ഥാനാർത്ഥികളോടും ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി വരുന്നതാണോ എന്നൊക്കെ സ്വീകാര്യത, അതല്ല മൈഥിലിയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചില സ്ഥാനാർത്ഥികൾ മൈഥിലിക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞ അത്രയും ആ ഒരു സിഗ്നിഫിക്കൻസാണ് ഒരു വ്യക്തിയുടെ ആ ഒരു സർഗാത്മകമായ കഴിവ് ഓരോ വ്യക്തിയിലും ഉണ്ടാകുമ്പം അതുണ്ടാവുന്ന ഒരു മാറ്റമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഈ നിർമ്മിത ബുദ്ധി ഇങ്ങനെ മനുഷ്യൻ്റെ തലച്ചോറുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ സാധനവും നിർമ്മിത ബുദ്ധി ചെയ്യുന്ന സ്ഥിതിയിൽ പിന്നെ അവശേഷിക്കുന്ന മനുഷ്യനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെയും ശരിക്കും പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ സജീവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയായിരുന്നു ഈ മാറുന്ന കാലഘട്ടത്തിൽ എങ്ങനെ നിർമ്മിത ബുദ്ധിയെ മനുഷ്യനെ നേരിടാൻ പറ്റും.
മനുഷ്യന് പിന്നെ എന്താണ് ഒരു മേൽക്കൈ അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയാണ് ഈ നിർമ്മിത ബുദ്ധിയെ വിനിയോഗിക്കേണ്ടത്, ഈ ഒരു ചർച്ചയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ക്രൂഷ്യൽ പീരീഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ചർച്ച ചെയ്യാവുന്നതാണ്. അതിനുമുള്ളൊരു ഉത്തരം നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടെത്താൻ പറ്റും. രണ്ടായാലും മൈഥിലിയുടെ പ്രസൻസ് വളരെ രസകരം തന്നെയാണ്, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല.